നമ്മൾ അടുത്ത ദിവസം ഫിഫി ഐലൻഡിലെ 4 ഐലൻഡ് ടൂറിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് നമ്പർ 4 ഓഫ് തായ്ലൻഡ് സീരീസ്. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റിൽ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഇവിടെ ക്രിസ്മസ് ട്രീസും സാന്റാക്ലോസും ഫുള്ള് സ്ട്രീറ്റ്സ് ഫുള്ള് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ച് സൈഡിൽ കൂടെ പോയപ്പോൾ ബീച്ച് സൈഡിനോട് തൊട്ടടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ലൈവായിട്ട് ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ചൂസ് ചെയ്തിട്ട് അവർ നമുക്ക് കുക്ക് ചെയ്ത് തരാം. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ഫിഫി ഐലൻഡിലെ 4 ഐലൻഡ് ടൂറിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു. അതിരാവിലെ ഗ്രൂപ്പ് ടൂറാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ തലേദിവസമേ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ 1000 ബാത്ത് ആയിരുന്നു പെർ പേഴ്സൺ കേട്ടോ. അപ്പോൾ 6 മണി സമയം കേട്ടോ. ആ സമയത്തേ നല്ല വെളിച്ചമൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതൊരു ടാറ്റൂ സ്റ്റുഡിയോ കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 7-Eleven കഴിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ടിക്കറ്റ്സ് കാണിച്ചിട്ട് നമ്മൾക്കിങ്ങനെ ആക്ച്വലി ഹാഫ് ഡേയും ഫുൾ ഡേ ടൂറുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് ഡേ ആണ് എടുത്തത്. ഫുൾ ഡേ ആണെങ്കിൽ 7 ഐലൻഡ് ടൂറാണ്. അപ്പോൾ ഇത്രയും പേരുടെ കൂടെ ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ സ്പീഡ് ബോർഡിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ചേസിൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ച് എന്നിട്ട് ഈ ഫുഡിൻ്റെ കൗണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ സ്പീഡ് ബോർഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ലൈക്ക് എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബോറടിച്ചില്ല. ഒരു 5 to 10 minutes ഇങ്ങനെ പോസ്റ്റ് കിട്ടിയെങ്കിലും അങ്ങനെ വീണ്ടും കുറച്ചും കൂടെ നടക്കാണ്ട്. അപ്പോൾ ഇത് ഫിഫി ഐലൻഡിലെ ഹോസ്പിറ്റലാണ് കേട്ടോ. ചെറിയൊരു ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മളങ്ങനെ വെച്ച് പിടിച്ച് ഇങ്ങനെ പോവാണ്. എൻ്റെ അമ്മ നല്ല സ്പീഡായിരുന്നു കേട്ടോ ഇതിന്. അതായത് പിന്നെ അറ്റ് ദ സെയിം ടൈം നല്ല വെയിലായിരുന്നു. അപ്പോൾ സൺസ്ക്രീൻ തേച്ചിട്ട് മാത്രം പോവുക, അല്ലെങ്കിൽ സൺബേൺ കിട്ടും. സൺബേൺ അല്ല, നല്ല ടാൻ കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ ഐലൻഡ് ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഗൈഡ് പറഞ്ഞു നമ്മൾ ഫസ്റ്റ് പോകുന്ന ഐലൻഡ് ഏതാ, മായാവേ. അങ്ങനെ നമ്മൾ മായാവിയിലേക്ക് ഇങ്ങനെ പോകണം. മായാവി നമ്മളിപ്പോഴും ദ ബീച്ച് ഫിലിമിൽ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐലൻഡ് ഓർ ബീച്ച് ഇൻ തായ്ലൻഡ്. നോട്ട് ഓൺലി ഇൻ തായ്ലൻഡ്, ഇൻ ദ എൻറ്റയർ വേൾഡ്. നമ്മൾ ഇങ്ങനെ പോവാണ് കേട്ടോ മായാവി ഐലൻഡിലേക്ക്. അപ്പോൾ അവിടെ ഓൾറെഡി കുറേ സ്പീഡ് ബോട്ടും ടെയിൽ ബോട്ട്സൊക്കെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പോൾ അൺടിൽ ദെൻ ടാറ്റ ബൈ ബൈ.